ഹായ് മകളെ, എന്തൊക്കെയാണ് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഒരുപാട് കാലമായി ഉറങ്ങിക്കിടക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. പണ്ട് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി ഒരുപാട് വീഡിയോസുകൾ ഇട്ടൊരു ചാനലായിരുന്നു. ഇപ്പോൾ അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ട മകളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു അല്ലേ. 5 ദിവസങ്ങളിലായിട്ട് 9 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എഴുതാനുണ്ട്. ഒട്ടുമിക്ക ആളുകളുടെയും കോൺഫിഡൻസ് അത്രയധികം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ടൈം ടേബിൾ ആണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിനെ പറ്റിയുള്ള വേവലാതികൾ, നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീഡിയോസുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ലാബ് എക്സാം ഉണ്ടായിരുന്നു. ഫിസിക്സിൻ്റെ ലാബ് എക്സാമാണ്. അപ്പോൾ ക്ലാസ്സിൽ ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെക്കാളൊക്കെ മുമ്പിൽ ഞാൻ ആ ലാബ് എക്സാം എഴുതി കഴിഞ്ഞു. എനിക്ക് 40ൽ 39 മാർക്ക് കിട്ടിയതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി 40 ആണോ എന്ന് അറിയില്ല. അപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. അടിപൊളി ഷാഹിദ് റംസാൻ, സൂപ്പർ, ഇനി കീപ്പ് ചെയ്യുക, പബ്ലിക് എക്സാമിനും അടിപൊളിയായിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ എന്നെ പറഞ്ഞയച്ചു. ഞാൻ ആ ഒരു ഓവർ കോൺഫിഡൻസിലായിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ. കാരണം അത്രയധികം പഠിക്കുന്ന കുട്ടികളെക്കാൾ മുമ്പിൽ എനിക്ക് മാർക്ക് നേടാൻ പറ്റുക, ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് വീട്ടിൽ പോയത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പബ്ലിക് എക്സാം വന്നു. അതായത് ഫിസിക്സ് ലാബിൻ്റെ പബ്ലിക് എക്സാം വന്നു. അങ്ങനെ എക്സാം വന്ന സമയത്ത് ഒരു പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും ഞാൻ. അതായത് എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം എനിക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റ് ഒന്നും എനിക്ക് അത്ര ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 40ൽ 30 മാർക്ക് മാത്രമാണ് എനിക്ക് നേടാൻ സാധിച്ചത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് മാത്രമേ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരുള്ളൂ. നമ്മളെ മോഡൽ എക്സാമിൻ്റെ മാർക്കൊന്നും സർട്ടിഫിക്കറ്റിൽ വരില്ല. അപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മോഡൽ എക്സാമിനെ പറ്റി ടെൻഷനിലാണ് എങ്കിൽ നിങ്ങൾ അതിനെ പറ്റി ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ ശ്രമിക്കുക എന്നതാണ്. നമ്മളെ കൊണ്ടാവുന്ന അത്രയും ശ്രമിക്കുക എന്നതിലപ്പുറം വേറെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അപ്പം ഈ മോഡൽ എക്സാം നിങ്ങളൊരു പബ്ലിക് എക്സാം ആയിട്ട് കാണുക, ഒരു ട്രയലായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് മാർക്ക് കുറയട്ടെ, ഇൻ കേസ് മാർക്ക് കൂടട്ടെ, രണ്ടാണെങ്കിലും നമ്മൾ ആഹ്ലാദിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. നമ്മൾ സന്തോഷിക്കേണ്ട ദിവസം പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ആ ദിവസം നമ്മൾ സന്തോഷിക്കണമെങ്കിൽ ഈ മോഡൽ എക്സാമിന് നമ്മളെ കൊണ്ടാവുന്ന അത്ര പഠിക്കുക. അതിനുശേഷമുള്ള ദിവസങ്ങൾ നമ്മൾ എന്താക്കുക, നമ്മളെ കൊണ്ടാവുന്ന അത്ര ശ്രമിക്കാനുള്ളതാണ്. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ഇടയിൽ നിങ്ങൾക്കുള്ള മറ്റൊരു പ്രതിസന്ധി IT എക്സാമുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ മനസ്സിനെ വല്ലാതെ എന്താക്കുന്നുണ്ടാവും, പ്രഷറിലാക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അടുപ്പിച്ചുള്ള എക്സാമുകൾ പേടിക്കാനും വേണ്ട കേട്ടോ. ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. നിങ്ങൾ പല പ്ലാറ്റ്ഫോമുകൾ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഏതായാലും നിങ്ങൾ ഫോളോ ചെയ്യുക. മാത്സിൻ്റെ ക്ലാസ്സിന് ഞാൻ ധൈര്യമായിട്ട് സൈലം മെസ്സേജ് സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അവിടേക്ക് വരാം. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമ്മൾ മോഡൽ എക്സാമിനായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അത് എന്താവട്ടെ, നല്ലതാവട്ടെ മോശമാവട്ടെ, എന്താണെങ്കിലും നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കാനോ അമിതമായിട്ട് സങ്കടപ്പെടാനോ കാര്യമില്ല. കാരണം നമുക്കിനി 1.5 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ടൈം. അതിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട്. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ അയച്ചു കൊടുക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ.